നെന്മാറ ഇരട്ട കൊലപാതക കേസിൽ ശിക്ഷാവിധി തിങ്കളാഴ്ച പ്രഖ്യാപിക്കും. പ്രതി ചെന്താമരയ്ക്ക് കുറ്റബോധമുണ്ടെന്നും കൊല ചെയ്ത സജിത സുധാകര ദമ്പതികളുടെ പെൺമക്കൾക്ക് സാമ്പത്തിക സഹായം നൽകാമെന്ന് ചെന്താമര അറിയിച്ചതായും നിയമസഹായവേദിയുടെ മിറ്റിഗേഷൻ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചു. കഴിഞ്ഞ 14-15 തീയതികളിലായി നിയമസഹായവേദി അഭിഭാഷകർ ചെന്താമരയെ നേരിൽ ജയിലിൽ ചെന്ന് കണ്ട് തയ്യാറാക്കിയ അന്വേഷണ റിപ്പോർട്ടും അതിന്റെ അടിസ്ഥാനത്തിൽ ചീഫ് ഡിഫൻസ് കൗൺസിൽ തയ്യാറാക്കിയ മിറ്റിഗേഷൻ റിപ്പോർട്ടുമാണ് സീൽ ചെയ്ത കവറിൽ ഇന്ന് കോടതിയിൽ സമർപ്പിച്ചത്. മലമ്പുഴ ജില്ലാ ജയിലിലെ കൂടിക്കാഴ്ചയിൽ 2ാം ദിനം മനസ്സ് തുറന്ന ചെന്താമര ഭാര്യയെയും മകളുടെയും പേര് പറഞ്ഞ് കരഞ്ഞു. കൊലപാതകം നടത്തിയതിൽ തനിക്ക് കുറ്റബോധമുണ്ടെന്ന് പറഞ്ഞു. കൂടാതെ താൻ കൊലപ്പെടുത്തിയ സജിത സുധാകരൻ ദമ്പതികളുടെ 2ാമത്തെ മകളുടെ സാമ്പത്തിക ചെലവ് വഹിക്കാമെന്ന് ചെന്താമര പറഞ്ഞതായും റിപ്പോർട്ടിലുണ്ട്. റിപ്പോർട്ടിന്മേലുള്ള വാദത്തിൽ പ്രതി പറഞ്ഞതല്ലാതെ വസ്തുതകളൊന്നും റിപ്പോർട്ടിലില്ല എന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു. വിചാരണയിലുടനീളം പശ്ചാത്താപമോ മനസ്താപമോ ചെന്താമര പ്രകടിപ്പിച്ചിട്ടില്ല എന്നും പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടി. കൂടാതെ 2 റിപ്പോർട്ടുകളിലും പറയുന്നതിൽ വൈരുദ്ധ്യമുണ്ടെന്നും പ്രോസിക്യൂഷൻ പറഞ്ഞു. ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടും മിറ്റിഗേറ്റഡ് റിപ്പോർട്ടും സെപ്പറേറ്റ് ആയിട്ടാണ് ഫയൽ ചെയ്തിരിക്കുന്നത്. മിറ്റിഗേറ്റിംഗ് റിപ്പോർട്ടിന് പോയത് വേറെ 2 വക്കീലന്മാരാണ്. ഡിഫൻസ് കൗൺസിലിൽ നിന്ന് വേറെ 2 വക്കീലന്മാരാണ്. അത് കൺസോൾട്ടേറ്റ് ചെയ്തിട്ടാണ് ചീഫ് ഒരു മിറ്റിഗേറ്റിംഗ് റിപ്പോർട്ട് ഫയൽ ചെയ്തിട്ടുള്ളത്. ആ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടിൽ ചീഫിൻ്റെ മിറ്റിഗേറ്റിംഗ് റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ഈ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് എന്ന് പറയുന്നതും അയാളുടെ അടുത്ത് ചോദിച്ച ചോദ്യങ്ങളുടെ ഉത്തരങ്ങളും മാത്രമാണ് എഴുതിയിട്ടുള്ളത്. ആ ഉത്തരങ്ങളൊന്നും ഈ മിറ്റിഗേറ്റിംഗ് റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ വന്നു എന്നുള്ളത് യാതൊരു അടിസ്ഥാനവും കാണുന്നില്ല. പാപിയെയല്ല പാപത്തെയാണ് വെറുക്കേണ്ടതെന്ന ബൈബിൾ വാക്യം ഉദ്ധരിച്ച് വധശിക്ഷയിൽ നിന്നും ഇളവ് വേണമെന്നായിരുന്നു ചെന്താമരയുടെ അഭിഭാഷകന്റെ വാദം. 1 മണിക്കൂറോളം നീണ്ട വാദം പൂർത്തിയാക്കിയ കോടതി അന്തിമ വിധി പ്രഖ്യാപനത്തിലേക്ക് കടക്കുന്നതായി അറിയിച്ചു. ഈ മാസം 20-ാം തീയതി തിങ്കളാഴ്ച അതിവേഗ കോടതി ജഡ്ജി ശിക്ഷാവിധി പുറപ്പെടുവിക്കും. ജനം, പാലക്കാട്.